ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് 3 ആണ്. സോ വെൽക്കം ടു സണ്ണി സാർ ഫ്രീ എഡ്യൂക്കേഷൻ ടു ഓൾ. അപ്പോ ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. കാർബൺ കാർബൺ തമ്മില് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളുടെ നെയിമിങ്ങും കാർബൺ കാർബൺ തമ്മില് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളുടെ നെയിമിങ്ങുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് സാർ ഈ ഡബിൾ ബോണ്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഒരു കാർബൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 1 നിങ്ങളെ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാർബണിന് ചുറ്റും 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുണ്ട്. ഇത് ഒരു ഓർബിറ്റൽ. ഇവിടെ ഈ രണ്ട് സ്ഥലത്തുമായിട്ട് ഒരു ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, ഒരെണ്ണം ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്രണ്ണായി? ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം നിങ്ങളുടെ നേരെ കണ്ടോ, ഇത് ഇങ്ങനെ കണ്ടോ, ഒരെണ്ണം നിങ്ങളുടെ നേരെ 3 ഡയമെൻഷനാണ്. ഇതേപോലെ തന്നെ വേറൊരു കാർബൺ വന്നുകൊണ്ടിരിക്കാം. ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം നിങ്ങളുടെ നേരെ. അപ്പൊ ഈ അടുത്തടുത്ത് വന്ന് ഇവര് തമ്മിൽ ഇങ്ങനെ ജോയിന്റ് ആവും. ഇതിനെ നമ്മള് സിഗ്മ ബോണ്ട് എന്ന് പറയണം. സിഗ്മ ബോണ്ട്. ഇങ്ങനെ കാർബൺ കാർബൺ തമ്മിൽ ജോയിൻ ചെയ്താൽ നമ്മള് കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഉണ്ടായെന്ന് പറയും. സിംഗിൾ ബോണ്ട് ഉണ്ടായെന്ന് പറയും. ഇനി ഇമാജിനേഷൻ ആണോ, ഇമാജിൻ ചെയ്യാൻ മനസ്സിലാവില്ല. ഇപ്പൊ സാറ് പറഞ്ഞു ഇതാണ് ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റ്. ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ മൊത്തത്തിൽ. അതുപോലെ ഇത് വേറെ ഒരെണ്ണം, ഇതിനകത്ത് ഒരു ഇലക്ട്രോൺ കണ്ടോ. അതുപോലെ ഈ കാർബണിൽ ഇങ്ങനെ നേരെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ രണ്ട് കാർബണിന്റെയും ഈ കണ്ടോ ഇങ്ങനെ വന്നിട്ട് ആക്സിയൽ വൈസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഇവര് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. അപ്പൊ ഈ നിൽക്കുന്നവരോ കണ്ടോ, ഇങ്ങനെ നേരെ നിൽക്കുന്നവർ, ഇവര് തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് വരും. അപ്പോഴാണ് അടുത്ത ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ പേര് പൈ ബോണ്ട് എന്നാണ്. ഈ ആദ്യത്തെ ബോണ്ടിന്റെ പേര് സിഗ്മ ബോണ്ടും രണ്ടാമത്തത് പൈ ബോണ്ടാണ്. നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. അപ്പോ ഇങ്ങനെയാണ് മക്കളെ രണ്ടാമത്തെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ കാർബൺ കാർബൺ തമ്മില് സിംഗിൾ ബോണ്ട് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ നേരെ ഇതേപോലെ നിൽക്കുന്നുണ്ട് ഒരു ബലൂൺ. സപ്പോസ് നമ്മൾ ബലൂൺ ഇങ്ങനെ കെട്ടി വെച്ചേക്കാന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ രണ്ട് ബലൂൺ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു, രണ്ട് ബലൂൺ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു കണ്ടോ, ക്ലിയർ. അപ്പൊ ഇതേപോലെ തന്നെ ഈ ബലൂൺ തിരിച്ച് ഓപ്പോസിറ്റ്, നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കെട്ടുമ്പോ ഈ നിൽക്കുന്ന ബലൂൺ കണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ബലൂൺ, ഇവര് തമ്മിൽ ജോയിൻ ചെയ്യും. അതുപോലെ അപ്പുറത്തും ഉണ്ടാവും, അവർ തമ്മിൽ ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ടാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ ഇവിടെ രണ്ട് പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും, ഇവിടെ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും, ഇവിടെ ഒരു സിഗ്മ ബോണ്ടും. ഇത്രയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നുകൊണ്ട് ഡൗട്ട് ചില കുട്ടികൾക്ക് വരും. അതുകൊണ്ടാണ് സാർ അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവരെല്ലാവരെയും, അതായത് സിംഗിൾ ബോണ്ട് ഉള്ളവരെയും ഡബിൾ ബോണ്ട് ഉള്ളവരെയും ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ നമ്മൾ കോമൺ ആയിട്ട് ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര്? ഹൈഡ്രോ കാർബൺസ്. എന്താണ്? ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ഹൈഡ്രോ കാർബൺസിലെ അതിനകത്ത് ഹൈഡ്രോ കാർബൺസിനെ ഈ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് എന്നും രണ്ടായി തിരിക്കാം. അൺസാച്ചുറേറ്റഡ്. മക്കൾ എന്താണ് സാച്ചുറേറ്റഡ്? ഒന്നുമില്ല. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ പൂരിതം, അൺസാച്ചുറേറ്റഡ് അപൂരിതം. പൂരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും രണ്ടെണ്ണം. അതിൽ കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഉള്ളതും, ഓക്കെ, കാർബൺ കാർബൺ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതും ആയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേര്. മനസ്സിലായോ മക്കളെ? ശ്രദ്ധിച്ച്, ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് സാച്ചുറേറ്റഡ് എന്നും അൺസാച്ചുറേറ്റഡ് രണ്ടായിട്ട് തിരിക്കാം. സാച്ചുറേറ്റഡ് ആണെങ്കിൽ കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട്, അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഇതിന്റെ നെയിമിങ് നമ്മള് പാർട്ട് 1 2 പഠിച്ചു. ഓക്കെ, ഇനി ഇന്നത്തെ പാർട്ട് 3 1XCH03 നമ്മൾ പഠിക്കാൻ പോകുന്നത് നെയിമിങ് ഓഫ് ദിസ് കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ടുകളുടെ പേരുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോ ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളെ നമുക്കൊരു കോമൺ പേരിട്ട് വിളിക്കാം.
കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ടും കാർബൺ കാർബൺ തമ്മിൽ ട്രിപ്പിൾ ബോണ്ടും ഉണ്ടായി. ഇത് ആൽക്കീൻസ്. ഓക്കെ, ഇത് ആൽക്കൈൻസ്. ഓക്കെ, ഇതിനകത്ത് ഈ എൻ ഇ ഇതാണ് ഇതിന്റെ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് എഴുതുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട സഫിക്സ് ENE. മക്കളെ, സഫിക്സ് എന്താണെന്ന് അറിയാത്തത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സഫിക്സ് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അവർ പാർട്ട് 1, 2 കാണണം. ഓക്കെ, ഇവിടെ സഫിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് YNE. അത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കാർബൺ ഡബിൾ ബോണ്ട് വിത്ത് അനദർ കാർബൺ. ഇതിന് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. എങ്ങനെയാണ് ഹൈഡ്രജൻ ഫില്ല് ചെയ്യേണ്ടത്? ഈ കാർബണെ സംബന്ധിച്ച് 4 ബോണ്ട് വേണം. അപ്പോൾ 2 ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. ഈ കാർബണെ സംബന്ധിച്ച് 4 ബോണ്ട് ചുറ്റും വേണം. ഓൾറെഡി 2 ബോണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്? ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ. അവിടെ കൊണ്ടുവന്ന് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. ക്ലിയർ? അപ്പോ ഇതെന്താവും? CH ഡബിൾ ബോണ്ട് CH. കണ്ടോ? ചുരുക്കി പറഞ്ഞ C 2 ഹൈഡ്രജൻ എന്താണ്? സോറി, CH2 2 ഹൈഡ്രജൻ ഉണ്ട്, ഹൈഡ്രജൻ 4. മനസ്സിലായോ മക്കളെ? അതായത് ഇതിന്റെ നമ്മൾ പറയുകയാണെങ്കിൽ കാർബണിന്റെ എണ്ണം N ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം അതിന്റെ ഇരട്ടി ഉണ്ടാവും. ഇറ്റ്സ് വെരി ഈസി. കാർബണിന്റെ എണ്ണം N ഉണ്ടെങ്കിൽ ഇവിടെ കാർബൺ 2 ഉണ്ട്, അപ്പൊ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, കാർബൺ 3 ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 6. കാർബൺ 4 ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 8. വെരി ഈസി. അപ്പോ മോളിക്കുലർ ഫോർമുല എഴുതുന്ന സമയത്ത് കാർബണിന്റെ എണ്ണത്തിന്റെ ഡബിൾ ഉണ്ടാവും. ആര്? ഹൈഡ്രജൻ. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കീൻസ്. ഓക്കെ, കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകൾ. ക്ലിയർ? ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ആൽക്കൈനിന്റെ നോക്കാം. ആൽക്കൈനിന്റെ വരുമ്പോ C ട്രിപ്പിൾ ബോണ്ട് C. ഇവിടെ നമുക്ക് ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ സാർ ഒരു ബോണ്ട് ഇവിടെ ഇട്ടു, കാരണം ഈ കാർബൺ വെച്ചിട്ട് 4 ബോണ്ടേ വരാൻ പാടുള്ളൂ. 1, 2, 3 ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി ഒരെണ്ണം കൂടി ഇവിടെ എഴുതി. ക്ലിയർ ആണല്ലോ? യെസ്. ഈ കാർബണിനെ സംബന്ധിച്ച് 1, 2, 3 ഇങ്ങോട്ട് വേണം, ഒരെണ്ണം കൂടി സാർ ഇട്ടു. 4 ബോണ്ടായി. ആ വേക്കൻഡ് നിൽക്കുന്ന സ്ഥലത്ത് ഹൈഡ്രജനെ ഫില്ല് ചെയ്തു. സോ ദിസ് ഈസ് CH ട്രിപ്പിൾ ബോണ്ട് CH. എങ്ങനെ ഒരു മോളിക്കുലർ ഫോർമുല? C2H2. ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത CN H2N-2. മനസ്സിലായില്ല അല്ലെ? ഇവിടെ 2 ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി എടുക്കാം. അപ്പൊ 4, അതിൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഇത് കിട്ടും, ഇതിന്റെ ജനറൽ ഫോർമുല കിട്ടും. അതായത് ഇപ്പോ C3 ഉണ്ടെന്ന് വിചാരിക്കും, H എത്ര ഉണ്ടാവും? നിങ്ങൾ അതിന്റെ ഡബിൾ എടുക്കാം. അപ്പൊ 6, അത് 2 കുറയ്ക്കാം, 4. സോ C3 4. കണ്ടോ? അതുപോലെ C4 ഉണ്ട്, അപ്പൊ H എത്ര ഉണ്ടാവും? നിങ്ങൾ അതിന്റെ ഡബിൾ എടുക്കാം. എത്ര? 8. അതിന് 2 കുറയ്ക്കാം, എത്ര? 6. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ ജനറൽ ഫോർമുല ഫോർ ആൽക്കൈൻസ്. ക്ലിയർ ആണല്ലോ? ദെൻ എങ്ങനെയാണ് ഈ കോമ്പൗണ്ടുകളുടെ പേരിടുക സാറേ? നമുക്ക് നോക്കാം. പേരിടണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെക്കാട്ടോ, വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, ലെറ്റ്സ് നെയിം. അപ്പൊ നെയിമിങ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന നെയിമിങ്ങില് ഡബിൾ ബോണ്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, ഏറ്റവും വെരി ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. C ഡബിൾ ബോണ്ട് C. പിന്നെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാണ് സാറ്, H2CH. ഇതിന്റെ പേര് എനിക്ക് ഇടണം. അപ്പോ ഇതിന്റെ പേരിടുമ്പോൾ സാധാരണ ഇവിടെ ബ്രാഞ്ചസ് ഒന്നും കാണുന്നില്ല, വളരെ ഈസിയാണ്. 2 കാർബണാണുള്ളത് അല്ലെ? 1, 2 2 കാർബണാണുള്ളത്. 2 കാർബണാണുള്ളെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? വളരെ ഈസിയാണ്, വേർഡ് റൂട്ട് എത്ത്. ക്ലിയർ? യെസ്. ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് ഉപയോഗിക്കാനാണ് സാറ് പറഞ്ഞത്? സഫിക്സ് ആയിട്ട് ENE. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതേപോലെ ഇപ്പുറത്ത് നമുക്ക് YNE നോക്കാം. ഇവിടെ H, ഇവിടെ H. ഇവിടെയും 2 കാർബണാണുള്ളത്. അപ്പൊ വേർഡ് റൂട്ട് എന്താണ് എഴുതേണ്ടത്? എത്ത്. ഓക്കെ, അതിനുശേഷം സഫിക്സ് എഴുതണം. ട്രിപ്പിൾ ബോണ്ട് വന്നുകൊണ്ട് എന്താണ് സഫിക്സ്? YNE. ഈ ഫസ്റ്റ് കോമ്പൗണ്ടിൽ പ്രശ്നമില്ല. ഇനി അടുത്തൊരു കോമ്പൗണ്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ റൂള് വരുന്നത്. C ഡബിൾ ബോണ്ട് C. ഓക്കെ, നമുക്കിവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 1, 2, 3 ബോണ്ട് കഴിഞ്ഞ പിന്നെ ഒരു ഹൈഡ്രജൻ, ഇവിടെ
രണ്ടെണ്ണം ഉണ്ട്, ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 2 ബോണ്ട് കൂടി വേണം, അപ്പൊ 2 ഹൈഡ്രജൻ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണെന്ന് സാർ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അവർ പാർട്ട് 1 2 കണ്ടതിന് ശേഷം ഒന്നുകൂടി ഈ വീഡിയോ കാണാം. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ ചുമ്മാ നേരത്തെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ 1 2 3 പ്രൊപ്പ്. ഓക്കെ, ഇത് എന്താണ് ഡബിൾ ബോണ്ട് കൊണ്ട് ഇങ്ങനെ എഴുതിയത് തെറ്റാണ്. ഇങ്ങനെയല്ല ഇത് എഴുതുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോ അതായത് ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ? ഇപ്പൊ ഇവിടെ നമുക്ക് ഒന്നും പറയാനില്ല. ഇവിടെ വരുമ്പോൾ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഏത് കാർബണിലാണ് കിടക്കണേന്ന് നോക്കണം. ഇവിടെ നിന്ന് നമ്മൾ എണ്ണം 1 2 3. ഈ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണത് കണ്ടോ? സ്റ്റാർട്ടിങ് പൊസിഷൻ വളരെ ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിങ് പൊസിഷൻ ഈ ഫസ്റ്റ് കാർബൺ ആണ് 1. കണ്ടോ? അപ്പോൾ നമ്മൾ സഫിക്സ് എഴുതുമ്പോൾ 1 എന്ന് എഴുതാൻ മറക്കരുത്. 1 ദെൻ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പൊ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ്. ദെൻ ഹൈഡ്രജൻ പ്രൊപ്പ് 1 കേട്ടോ. സെയിം കോമ്പൗണ്ട് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും പേര്? നമുക്ക് നോക്കാം. ഇവിടെ CH3, ഇവിടെ ഓൾറെഡി 1 2 3 4 ഇവിടെ ഹൈഡ്രജൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ CH. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 2 3 കേട്ടോ. അപ്പൊ 3 വന്നുകൊണ്ട് പ്രൊപ്പ്. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് YNE. അത്ര എനിക്ക് മനസ്സിലായിട്ടത്. ഈ ട്രിപ്പിൾ ബോണ്ട് കിടക്കുന്നത് ഇത് എവിടെയാ കിടക്കുന്നത്? ഏത് കാർബണിലാണ്? ഫസ്റ്റ് കാർബണിലാണ്. ഫസ്റ്റ് പൊസിഷൻ പറയണം YN. പ്രൊപ്പ് 1 YNE. ഇതാണ് ഇതിന്റെ പേര്. മനസ്സിലായോ? അപ്പോ എന്താണ് നമ്മൾ ഇവിടുത്തെ റൂള്? നമ്മുടെ ഇവിടുത്തെ റൂള് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് ദ ഡബിൾ ബോണ്ട് ഉള്ള ചെയിൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് റൂൾ നമ്പറിങ്. എങ്ങനെ നമ്പർ ചെയ്യണത്? ഡബിൾ ബോണ്ട് ഗെറ്റ് ദ ലോവസ്റ്റ് നമ്പർ, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഗെറ്റ്സ് ദ ലോവസ്റ്റ് നമ്പർ. മനസ്സിലായോ? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ ആ ചെയിൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. റൂൾ നമ്പർ 1 ലോങ്സ്റ്റ് ചെയിൻ റൂള്. സെക്കൻഡ് എന്താണ്? ലോവസ്റ്റ് പൊസിഷൻ നമ്പർ റൂള്. അതായത് ഈ ഡബിൾ ബോണ്ടിന് അല്ലെങ്കിൽ ഈ ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അതായത് ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇടുന്നതാണ് ശരി. തിരിച്ചാണ് ഇടുന്നതെങ്കിൽ ഇത് 1 2. അപ്പൊ ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ രണ്ടാമത്തെ കാർബണിൽ വരും. അപ്പൊ നിങ്ങൾ 2 എഴുതിയ തെറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡബിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടും. ഇവിടെ വരുമ്പോ ട്രിപ്പിൾ 1 2 3. ഇവിടെ 1 ആണ്, കറക്റ്റ് ആണ്. തിരിച്ചാണെങ്കിൽ വെച്ച് നോക്കിയേ 1 2 3. സോ 2 നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പർ ഇടുക. 1 2 ഈ കാർബൺ ഈ ട്രിപ്പിൾ ബോണ്ട് വരിക ഇവിടുന്ന് ഇടുമ്പോൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മറ്റൊരു പ്രത്യേകത, ഇത് കിടക്കുന്നത് ഒന്നാമത്തെ കാർബണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പ്രൊപ്പീൻ എന്ന് എഴുതാം. നോ പ്രോബ്ലം. മനസ്സിലായോ? അതുപോലെ ഇവിടെ ഇത് ഒന്നാമത്തെ കാർബൺ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പ്രൊപ്പ് YNE എഴുതാം. കാരണം ഫസ്റ്റ് കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് കിടക്കുന്നെങ്കിൽ. ഫസ്റ്റ് കാർബണിലാണെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. വേറൊരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ മുന്നേ നമ്മൾ പഠിച്ച ആൽക്കീനുകൾ, അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിങ്ങൾ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോണ്ട് ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ബോണ്ട് ഇല്ലാത്ത ചെയിൻ ആയിരിക്കും ചിലപ്പോൾ നീളം കൂടിയത്, പക്ഷെ അത് സെലക്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നീളം കൂടിയ ചെയിൻ സെലക്ട് ചെയ്യണമെന്നല്ല നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ചെയിൻ ഏതാണോ അത് സെലക്ട് ചെയ്യണം. രണ്ടാമത്തത് ഡബിൾ ബോണ്ടിനോ ട്രിപ്പിൾ ബോണ്ടിനോ ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം, അല്ലാതെ ബ്രാഞ്ച് നോക്കിയിട്ടല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പേരെഴുതുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഡബിൾ ബോണ്ട് കിടക്കുന്ന രണ്ടാമത്തെ അങ്ങനെ ചിന്തിക്കരുത്. ഡബിൾ ബോണ്ട് ഇവിടെ നിന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സ്റ്റാർട്ടിങ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? അതാണ് പൊസിഷൻ. അത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ കാർബണിൻ ആയതുകൊണ്ട് ഇതാണ് പൊസിഷൻ. ഇവിടെ ഒന്നാമത്തെ കാർബണിൻ ആയതുകൊണ്ട് ഇതാണ് പൊസിഷൻ. പലപ്പോഴും 3-4-5 ലൈൻ വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എവിടെ നിന്ന് തുടങ്ങണത്? ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ അതിന്റെ പൊസിഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ എഴുതാനായിട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ബ്രാഞ്ചസ് ഒക്കെ വരുന്ന മറ്റു നിയമങ്ങളൊക്കെ ഇപ്പൊ തന്നെ പഠിക്കാം. സോ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. ഇതാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ മക്കളെ, ചില കുട്ടികൾ റൂൾസ് സാറേ എഴുതി തരുമെന്ന് പറ്റും. സാധാരണ ഇങ്ങനെ എല്ലാം എഴുതി പഠിച്ചും കാണാൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്.
എന്നാൽ ചിലവർക്ക് അതേ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ കേട്ടും കൂടി മനസ്സിലാക്കണം. കാര്യങ്ങൾ നമ്മളൊരു ഐഡിയ വേണം, അല്ലാതെ ഈ കാണാപ്പാടം പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പൊ റൂൾ നമ്പർ 1, സെലക്ട് ദ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്ൻ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. സാർ ഷോർട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സെയിം ആണ്. ഈ കോമ്പൗണ്ട് തന്നെയാണ് സാർ താഴെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഒരു കുട്ടി സെലക്ട് ചെയ്തത് ഇങ്ങനെയാണ്. പെട്ടെന്ന് അങ്ങനെ തോന്നുന്നു കാണുമ്പോൾ, കണ്ടോ? അപ്പൊ 1 2 3 4 5 6 അവൻ ഹെക്സ് എന്നൊക്കെ എഴുതി. തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് അറിയോ? നമ്മള് ഡബിൾ ബോണ്ട് ഇവിടെ പുറത്തായി പോയി. മനസ്സിലായോ? അപ്പൊ അവ നമ്മൾ സാറേ ഇങ്ങനെ എടുത്ത 1 2 3 4 5 എണ്ണല്ലേ വരണോ? അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ഉള്ള ചെയിൻ എടുത്തേ പറ്റും. ക്ലിയർ? അപ്പൊ അങ്ങനെ വരുമ്പോ ദിസ് ഈസ് ദ കറക്റ്റ് സെലക്ഷൻ. ഫസ്റ്റ് റൂൾ എന്നെ കൊണ്ട് തെറ്റിക്കരുത്. ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം. വളരെ ശ്രദ്ധിക്കുക. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ചെയിനേ സെലക്ട് ചെയ്യാവൂ. മനസ്സിലായി? വെദർ ഇറ്റ് ഈസ് ലോങ്സ്റ്റ് ഓർ നോട്ട്, ദാറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. വെദർ ദ ചെയിൻ കണ്ടെയ്ൻ ഡബിൾ ബോണ്ട് ഓർ നോട്ട്, ചെക്ക് ദാറ്റ് ഫസ്റ്റ്. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യും. ക്ലിയർ? യെസ്. അങ്ങനെ ചെക്ക് ചെയ്തു. അങ്ങനെ കിട്ടി. എനിക്കൊരു സാധനം കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. എന്താണ് ഇതിന്റെ പേര് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അവിടെ നിൽക്കട്ടെ. അടുത്തതിലേക്ക് വരാം. ഈ ഒരു സെക്ഷനിലേക്ക് വരാം. എന്താണ് ഇതിന്റെ പേര്? സാർ ഇവിടെ ഹൈഡ്രജൻ ഇട്ടിട്ടില്ല. ഇതിന്റെ പേര് എന്ന് പറയാൻ പറ്റും. ഇതിന്റെ നമ്പറിംഗ് ഇടുമ്പോൾ എങ്ങനെയായിരിക്കും വരാം? സപ്പോസ് 1 2 3 4 ഇങ്ങനെ സാർ നമ്പർ ഇടുമ്പോ 1 2 രണ്ടാമത്തേലാണ് ഇത് വരുന്നത്. ഇങ്ങനെ നമ്പർ ഇട്ടാലോ 1 2 3 4 1 2 ഇവിടെ രണ്ടാമത്തേലാണ് വരുന്നത്. അപ്പൊ എവിടെ നിന്ന് ഇട്ടാലും ഒരേ പൊസിഷൻ ആണ്. പിന്നെ പേടിക്കാൻ ആവശ്യമില്ല. ആ പൊസിഷൻ തന്നെ എടുക്കാം. അപ്പൊ ഇതിന്റെ സഫിക്സ് വരുന്നത് 2ENE. കണ്ടോ? ക്ലിയർ? എത്ര കാർബൺ ഉണ്ട്? 4 കാർബണുകളുണ്ട്. അപ്പൊ ബ്യൂട്ട്. ഇങ്ങനെ ഒരു നമ്പറും ഒരു വേർഡ് വരുമ്പോൾ ഹൈഫൻ വരും. അതുപോലെ ഇവിടെ ഒരു വേർഡ് നമ്പർ പോകുന്നു. അപ്പൊ ഇവിടെ ഒരു ഹൈഫൻ വരും. ബ്യൂട്ട് 2E ഇതിന്റെ പേര്. കിട്ടിയല്ലോ? ബ്യൂട്ട് 2E. ക്ലിയർ? ദെൻ ഇതിന്റെ പേരെന്താ? അപ്പൊ നമ്മളോട് സാധനം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പേരെന്താ? ഇതിന് നിങ്ങൾ നമ്പർ ഇടണം. നമ്പർ ഇടുമ്പോ വളരെ ഈസിയാണ്. ഡബിൾ ബോണ്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്പർ ഇട്ടാൽ മതി. 1 2 3 4 5. അപ്പൊ 5 കാർബൺ ഉള്ളതുകൊണ്ട് നമുക്ക് എഴുതാം എന്ത്? പെന്റ്. ഓക്കെ. ഡബിൾ ബോണ്ട് ഒന്നാമത്തെ കാർബണിലായതുകൊണ്ട് പൊസിഷൻ 1EN. അപ്പൊ ആ കാര്യം അവിടെ കഴിഞ്ഞു. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇവിടെ ബ്രാഞ്ച് ഉള്ളത് 2 കാർബൺ ആണ്. അതായത് ഇത് ഒരു വൈയിൽ ചേർക്കുമ്പോ ഈതാൽ ഈഥിയൽ കിടക്കുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ 2 ഈതാൽ അല്ലെ? അപ്പൊ ഇത് ഹൈഡ്രജൻ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും, CH2 CH3. ഓക്കെ. ഷോർട്ട് ഫോമിൽ എഴുതുകയാണെങ്കിൽ C2H5 ആണ് വരാം. കേട്ടോ? ക്ലിയർ? യെസ്. അപ്പൊ 2 ഈഥൈൽ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ പേര്. അപ്പൊ പേരൊന്ന് വായിച്ചു നോക്കിയേ. 2 ഈഥൈൽ പെന്റ് 1 ഇത് നമ്മൾ കാപ്പറം പഠിക്കല്ലേ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്തത് ഡബിൾ ബോണ്ട് ഉള്ള ആ ചെയിൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അത് മനസ്സിലായി സാർ. രണ്ടാമത് നമ്മൾ എന്താണ് പൊസിഷൻ കൊടുക്കേണ്ടത്? എങ്ങനെയാണ്? ആ ഡബിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ പൊസിഷൻ കൊടുക്കണം. സോ ഇവിടുന്ന് നമ്പർ ഇട്ട 1 2 3 4 5 നാലാമത്തെ കാർബണിലായിരിക്കും ഈ ഡബിൾ ബോണ്ട് വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡബിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്പർ ഇടാൻ. സോ 1 2 3 4 5 ഇങ്ങനെയാണ് എടുത്തത്, റൈറ്റ് ടു ലെഫ്റ്റ്. ക്ലിയർ? യെസ്. അങ്ങനെ ഇടുമ്പോൾ ഈ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? 1ലാണ്. 1ENE ആണ് സഫിക്സ് എഴുതേണ്ടത്. 5 കാർബൺ ഉള്ളതുകൊണ്ട് വേർഡ് റൂട്ട് എന്താണ്? പെന്റ് ആണ്. നമ്മുടെ ബ്രാഞ്ചിൽ 2 പേരുള്ളതുകൊണ്ട് ഈ ഒരു ബ്രാഞ്ചിന്റെ പേര് 2 ഉള്ളതുകൊണ്ട് അതിനൊരു വയ്യൽ ചേർക്കണം. ഈഥൈൽ. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പാർട്ട് 1 2 പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈഥൈൽ. സോ ഈഥൈൽ കൂടി ഇവിടെ ചേർക്കാം. അതിന്റെ പൊസിഷൻ പറയാം 2 ഈഥൈൽ പെന്റ് 1E. ക്ലിയർ? യെസ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് അടുത്ത എക്സാമ്പിൾസിലേക്ക് പോവാം. ഇവിടെ ഹൈഡ്രജനെ സാറ് ഫില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു തരാം, നിങ്ങളായിട്ട് ഫില്ല് ചെയ്യണം. ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അപ്പൊ 3 ഹൈഡ്രജൻ വരും, CH3. ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, CH2. ഇവിടെ 3 ബോണ്ട് ഉണ്ട്, അപ്പൊ ഒരു ഹൈഡ്രജൻ ഇടാം, CH. ഇവിടെ 3 ബോണ്ട് ഉണ്ട്, കാർബൺ വെച്ചിട്ട്, അപ്പൊ ഒരെണ്ണം ബാലൻസ് ഒരു ഹൈഡ്രജൻ ഇടാം, ഇവിടെ CH3. ഓക്കെ. ഇതിന് പേര് എഴുതുമ്പോ ഈ ഡബിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ഇവിടെ നിട്ടാ 1 2 3 3ലാണ് ഇത് വരാം. അപ്പൊ ഇവിടെ നിട്ടരുത്, ഇപ്പുറത്ത് നിട്ടാ, റൈറ്റിൽ നിന്നിടാം 1 2. അപ്പൊ 1 2 3 4
5. ഓക്കെ, ക്ലിയർ? സോ 2ലാണ് വരുന്നത്. 2ൽ വരുന്നത് കൊണ്ട് നമ്മൾ എന്താണ് 2END ഇതാണ് സഫിക്സ് വരേണ്ടത്. 5 കാർബൺ ഉള്ളത് കൊണ്ട് പെന്റ്. ഓക്കെ, ഈ നമ്പറും വേർഡ് അടുപ്പിച്ച് വന്നതുകൊണ്ട് ഒരു ഹൈഫൻ ഇടുക. സോ ദിസ് ഈസ് ദ നെയിം പെന്റ് ടു ഇ. ഇവിടെ വരുമ്പോ ഇതേപോലെ നമ്മൾ ഓക്കെ ആണെങ്കിൽ 5 കാർബൺ വരും. ഇവിടെ 1 2 3 മൂന്നാമത്തേലാണ് ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പുറത്തുനിന്നാണെങ്കിൽ 1 2 3 4 5 രണ്ടാമത്തേലാണ് പൊസിഷൻ വരാം. ഓക്കെ, അപ്പൊ 5 കാർബൺ ഉള്ളത് കൊണ്ട് നമ്മൾ പെന്റ്, വേർഡ് റൂട്ട് പെന്റ്, 5 കാർബൺ ഉള്ളത്. ദെൻ എന്താണ്, ഇത് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE, അതിന്റെ പൊസിഷൻ 2. ഓക്കെ, അപ്പൊ ഒരു സംഖ്യ ഒരു വേർഡും വരുമ്പോൾ ഹൈഫൻ ഇടണം, ഒരു വേർഡ് ഒരു സംഖ്യ വരുമ്പോഴും ഹൈഫൻ ഇടണം. കണ്ടോ, ഒരു സംഖ്യക്കും ഒരു വേർഡിനിടയിൽ നമ്മൾ എപ്പോഴും, ഒരു നമ്പറിന് വേർഡിനിടയിൽ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഹൈഫൻ ഇടണം. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ വരുമ്പോ ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ 3യിലും ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ 3യിലാണ്. എവിടെ നമ്പർ ഇട്ടാലും 3 ആണ്. ഓക്കെ, 1 2 3 4 5 6 6 കാർബൺ ഉള്ളത് കൊണ്ട് ഹെക്സ്. ഓക്കെ, ഇവിടെ വന്നേക്കുന്നത് 3യിലാണ്. അപ്പോ 3ENE. ഓക്കെ, ദാറ്റ്സ് ദ നെയിം ഹെക്സ് 3E. ശ്രദ്ധിക്കുക, 6 കാർബൺ ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് ഹെക്സ്. മൂന്നാമത്തേൽ ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് 3 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. മനസ്സിലായോ? ENE. ഓക്കെ, ഇവിടെ വരുമ്പോ ഈ ഫസ്റ്റ് ഏതൊക്കെയാണ് ട്രിപ്പിൾ ബോണ്ട്, നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 6 കാർബൺ ആണതുകൊണ്ട് ഹെക്സ്. ഓക്കെ, ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 1YNE. കണ്ടോ, ഞാൻ സാർ നേരത്തെ പറഞ്ഞു ഫസ്റ്റിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഹെക്സൈൻ ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല ഫസ്റ്റിലാണെങ്കിൽ. കേട്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി മറ്റ് എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1ലും 2ലും പറഞ്ഞ പോലെ ഇതേപോലെ പേര് എഴുതാൻ മാത്രമല്ല തിരിച്ചും, അതായത് നമുക്ക് പേര് തരും, അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി സാറ് ഇവിടെ പേരായിരിക്കും എഴുതുന്നത്, നമ്മൾ അതിന്റെ എന്ത് ചെയ്യണം, സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് തരുന്ന പേര് ഇതാണ്, ഹെക്സ് 2E. ഇതാണ് നമ്മുടെ ചോദ്യം, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. എങ്ങനെ സ്ട്രക്ചർ വരയ്ക്കും? അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് വേർഡ് റൂട്ട് ആണ്, ഹെക്സ് ആണ്. ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആണ്. 1 2 3 4 5 6 1 2 3 4 5 6 കാർബൺ വരച്ചു. അങ്ങനെ വേർഡ് റൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ചിഹ്നം ആദ്യം അങ്ങനെ വരച്ചു കൊടുക്കും. എന്നിട്ട് ENE കണ്ടു, അപ്പൊ ഡബിൾ ബോണ്ട് ആണെന്ന് മനസ്സിലായി. ENE കാണുമ്പോൾ ഡബിൾ ബോണ്ട് ആണെന്ന് മനസ്സിലായി. അത് വരുന്നത് രണ്ടാമത്തെ കാർബൺ. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് നമ്പർ ഇട്ടാൽ മതി. രണ്ടാമത്തെ കാർബൺ എന്ന് വെച്ചാൽ 1ലല്ല 2ല്. ദാറ്റ്സ് ഓൾ. ദെൻ ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഹൈഡ്രജനെ ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഒരു ബോണ്ട് ഉള്ളൂ, അപ്പൊ 3 ഹൈഡ്രജൻ എഴുതണം. കണ്ടോ, ഇവിടെ വരുമ്പോ ലെഫ്റ്റ് റൈറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ 1 2 3 3 ബോണ്ട് ഉണ്ട്, അപ്പൊ ഒരു ഹൈഡ്രജനെ വരുള്ളൂ. ഇവിടെ അതുപോലെ 1 2 3 3 ബോണ്ട് ഉണ്ട്, അപ്പൊ ഒരു ഹൈഡ്രജൻ എഴുതാവും. ഇവിടെ വരുമ്പോ 1 2 2 ബോണ്ട് ഉണ്ട്, അപ്പൊ ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ 1 2 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി 3 ഹൈഡ്രജൻ. സോ ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെപ്റ്റ് 3YNE. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെപ്റ്റ് 3YNE. സോ വളരെ ശ്രദ്ധിക്കണം. ഹെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണോ? അല്ല, 6 കഴിഞ്ഞിട്ടുള്ളത് 7 എണ്ണം. 1 2 3 4 5 6 7 1 2 3 4 5 6 7. ഓക്കെ, 3 എന്ന് പറയുമ്പോ നമ്പർ ഇടുമ്പോ 1 2 3 മൂന്നാമത്തിൽ എത്ര ബോണ്ട് വേണം? ട്രിപ്പിൾ ബോണ്ട്. YNE കണ്ടോ, ട്രിപ്പിൾ ബോണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഒരു ബോണ്ട് ഉള്ളൂ, അപ്പൊ 3 ഹൈഡ്രജൻ. അപ്പുറത്ത് ഓരോ ബോണ്ട് ഉണ്ട്, അപ്പൊ 2 ഹൈഡ്രജൻ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്യരുത്. കാരണം ഈ കാർബൺ ചുറ്റും ഇവിടെ 3 ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, 4 ബോണ്ട് ഓൾറെഡി ആയി. ഇവിടെ നിങ്ങൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്താൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിപ്പോകും. അപ്പൊ ഇതൊക്കെ ശരിയായിരിക്കും. ഹൈഡ്രജനെ ഫില്ല് ചെയ്യുമ്പോൾ കൂടെ തെറ്റിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. കാർബൺ ചുറ്റും എപ്പോഴും 4 ബോണ്ടേ വരാം, 4 വരെ വരാൻ പാടുള്ളൂ. 4 വരെ ഇല്ലെങ്കിൽ ബാക്കി എത്ര വരെ വേണോ അത്രയും ഹൈഡ്രജൻ ചേർക്കാം. അപ്പൊ ഇവിടെ 3 4 എണ്ണമായി. ഈ കാർബണിനെ സംബന്ധിച്ചോ അങ്ങനെ തന്നെ. ഇവിടെ 3 ഇവിടെ 1 4. പക്ഷെ ഈ കാർബണിനെ സംബന്ധിച്ച് 2 എണ്ണം ആയുള്ളൂ, അപ്പൊ 2 എണ്ണം കൂടി ചേർക്കാം, അപ്പൊ H2. ഇവിടെ ഈ കാർബണിനെ സംബന്ധിച്ച് 2 എണ്ണം ആയുള്ളൂ, അപ്പൊ 2 എണ്ണം കൂടി ചേർക്കാം, H2. ഈ കാർബണിനെ സംബന്ധിച്ച് ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ 3 എണ്ണം ചേർക്കാം, H3. സോ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH2 CH3. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സാർ ഇങ്ങനെ ഓരോന്ന് എഴുതും, നിങ്ങളും എന്റെ ഒപ്പം എന്ത് എഴുതണം? എന്റെ പേര് എഴുതി പോകണം. ഓക്കെ,
സി സി ഡബിൾ ബോണ്ട് സി, ഇവിടെ ഒരു CH3. ഇങ്ങനെയാണ് ഒരു ഫസ്റ്റത്തെ നമ്മുടെ പ്രോബ്ലം. ഇതാണ് സി സി, ഇവിടെ CH3. അതായത് ബ്രാഞ്ച് ഉണ്ട് ഇതിന്, നേരത്തെ പോലെയല്ല ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഡബിൾ ബോണ്ട് ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു. അതിന് നമ്പർ 1, 2, 3 അതും കൊടുത്തു. ബ്രാഞ്ചിന്റെ പേരും നിങ്ങൾക്ക് അറിയാം, അതെന്താണ്, മീഥൈൽ ആണ്. 3 കാർബൺ ഉള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതി നോക്കണം കേട്ടോ, പ്രൊപ്പർ. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ENE. ക്ലിയർ? ഡബിൾ ബോണ്ട് പൊസിഷൻ 1, സോ ഹൈഫനിട, ഇവിടെ ഹൈഫനിട. ദെൻ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, അത് എഴുതി മീഥൈൽ. മീഥൈലിന്റെ പൊസിഷൻ 2 മീഥൈൽ. ഓക്കെ, 2 മീഥൈൽ പ്രൊപ്പ് 1 ഈൻ. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ, 1, 2, 3 1, 2, 3 4 ഡബിൾ ബോണ്ട് സി ഇവിടെ. ഓക്കെ, ഇതിന്റെ പേരാണ്. ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നമ്പർ ഇട്ടു 1, 2, 3, 4, 5. കണ്ടോ, 5 കാർബൺ ഉള്ളതുകൊണ്ട് സാർ ഇവിടെ പേര് എഴുതുന്നു വേർഡ് റൂട്ട് പെന്റ്. 5 കാർബൺ ഉള്ളതുകൊണ്ട് പെന്റ്. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ENE. ഡബിൾ ബോണ്ട് പൊസിഷൻ ഒന്നാമത്തെ കാർബൺ 1 ENE. ബ്രാഞ്ച് വരുന്ന 4ാമത്തേൽ, ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. സോ ഇവിടെ മീഥൈൽ എഴുതുന്നു സാറ്, ബ്രാഞ്ചിന്റെ പേര് എഴുതുന്നു, ബ്രാഞ്ചിന്റെ പൊസിഷൻ 4 മീഥൈൽ പെന്റ് 1 E. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത് അതവിടെ കിടക്കട്ടെ. സി ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട് സി. ഇതിന്റെ പേര് ഇതാ. ഇത് വളരെ സിമ്പിൾ ആണ്. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുന്നു. 1, 2, 3, 4. ഇവിടെ നമ്പർ ഉണ്ട്, കാരണം ഡബിൾ ബോണ്ട് ഏറ്റവും കുറേ നമ്പർ കിട്ടണം. ഓക്കെ, 4 ഉള്ളത് കൊണ്ട് ബ്യൂട്ട്. ഓക്കെ, സിംഗിൾ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE. ഡബിൾ ബോണ്ട് കിടക്കുന്നത് ഫസ്റ്റ് കാർബണിലാണ്, അപ്പൊ 1 ENE. ഓക്കെ, കണ്ടോ? ഇനി ഇതിന്റെ ബ്രാഞ്ച് ഇവിടെ വരുന്നുണ്ട്, ബ്രാഞ്ച് CH3. കണ്ടോ, ഇത് വരുന്നത് 2ാമത്തെ കാർബണിലാണ്. സോ ബ്രാഞ്ചിന്റെ പേര് എഴുതി മീഥൈൽ, 2 മീഥൈൽ ബ്യൂട്ട് 1 E. ക്ലിയർ? യെസ്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അടുത്തത് സി 1, 2, 3 ഇവിടെ ഒരു കാർബൺ ഇടാം നമുക്ക്. ഡബിൾ ബോണ്ട്സ് ഇതാണ് അടുത്തത്. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് 1, 2, 3, 4 എന്ന് പേര്. അപ്പൊ 4 ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് ബ്യൂട്ട്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ENE. ഓക്കെ, അത് വരുന്ന പൊസിഷൻ 1ലായതുകൊണ്ട് 1 ENE. ഇനി ഈ ബ്രാഞ്ച് CH3, ഇതും എന്താണ് CH3. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് എന്താണ്, മീഥൈൽ. ഈ ബ്രാഞ്ചിന്റെ പേരും മീഥൈൽ. കണ്ടോ, 2 ബ്രാഞ്ചും സെയിം പേരാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡൈമീഥൈൽ അങ്ങനെ ചേർക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മള് ഡൈമീഥൈൽ 2. ഇതിന്റെ പൊസിഷൻ എവിടെയാണ്, 3ലാണ്. അപ്പോ 3, 3 കണ്ടോ, ഈ 2 പേരുടെയും പൊസിഷൻ 3ലാണ്. അപ്പൊ 2 പേരുടെയും പൊസിഷൻ പറയണം, ഡൈ ചേർക്കണം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ആ റൂളുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സി ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് CH3. എന്തായിരിക്കും ഇതിന്റെ പേര്? സോ ഇവിടെ ഞാൻ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു. ഇവിടുന്ന് എവിടെ നമ്പർ ഇട്ടാലും 1, 2, 3, 4 2ാമത്തേലാണ് പൊസിഷൻ വരെ. അപ്പൊ 4 ഉള്ളത് കൊണ്ട് ബ്യൂട്ട്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ENE. അത് വരുന്നത് 2ാമത്തെ കാർബണിലായതുകൊണ്ട് 2 ENE. ക്ലിയർ? ദെൻ ബ്രാഞ്ചിന്റെ പേരെന്താണ്, മീഥൈൽ. സോ മീഥൈൽ സാർ ഇവിടെ ചേർത്തു, മീഥൈൽ. ഓക്കെ, മീഥൈലിന്റെ പൊസിഷൻ വരുന്നത് 2ലാണ്. സോ 2 മീഥൈൽ ബ്യൂട്ട് 2 E. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ, ഇൻട്രസ്റ്റിംഗ്. യെസ്. അടുത്തത് 1, 2, 3, 4, 5 നേരെ പോട്ടെ. 1, 2, 3, 4, 5 1, 2, 3, 4, 5 5 നേരെ പോയി. ഒരെണ്ണം താഴേക്ക്, ഇവിടെ ഒരെണ്ണം താഴേക്ക്, ഇവിടെ ഒരെണ്ണം പോയി. സൂപ്പർ. ഇനി ഡബിൾ ബോണ്ട് ഇട്ടില്ല സാർ, ഡബിൾ ബോണ്ട് ഇട്ടത് ഇവിടെയാണ് ഡബിൾ. സോ എന്താണ് വാട്ട് ഈസ് നെയിം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ, ലോങ് ചെയിൻ സെലക്ട് ചെയ്തു. ക്ലിയർ?
ദെൻ 1 2 3 4 5. ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം കേട്ടാ. എന്നിട്ട് വന്ന് നോക്കാം, റിട്ടേൺ വന്ന് നോക്കാം. അപ്പൊ ശരിയാണോ അല്ലേ അറിയാലോ. സോ ഇവിടെ ഈ 5 ഉണ്ട്, 5 ഉള്ളത് കൊണ്ട് പെൻഡ്. അത് ആദ്യം ഞാൻ ഉറപ്പിക്കാം. എപ്പോഴും വേർഡ് റൂട്ട് തെറ്റരുത്. പിന്നെ ഡബിൾ ബോണ്ട് ഉള്ള ചെയിൻ വേണം സെലക്ട് ചെയ്യാൻ, അതൊക്കെ ഓർക്കണം. ഇനി ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ അത് ഒന്നാമത്തെ കാർബണിലാണ്. സോ 1 EN. അത്രയും കറക്റ്റ്. ഇനി ബ്രാഞ്ച് 1 2 3 3 ബ്രാഞ്ച് ഉണ്ട്. ഈ 3 ബ്രാഞ്ചിന്റെ പേരും മീതേൽ എന്നാണ്. ഇതും മീതേൽ, ഇതും മീതേൽ, ഇതും മീതേൽ. മക്കളെ 3 മീതേൽ വന്നാൽ ട്രൈ മീതൈൽ. ഒരേപോലത്തെ ആൾക്കാർ 3 വന്നാൽ ട്രൈ എന്ന് ചേർക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ട്രൈ മീതൈൽ എന്ന് ചേർക്കും. ക്ലിയർ? ഇതിന്റെ പൊസിഷൻ ആണ് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി നമ്പർ ഇട്ടത് കൊണ്ട് എന്ത് പൊസിഷൻ ആണോ വേണം അത് എടുക്കണം. അല്ലാതെ ഇതിന്റെ ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ എടുക്കണം. അപ്പൊ അവിടെ നമ്മൾ എടുക്കുമ്പോൾ 3ാമത്തെ പൊസിഷനിൽ വരുന്നുണ്ട് കോമ, 4ാമത്തെ പൊസിഷനിൽ 2 പേര് വരുന്നുണ്ട്. അപ്പൊ 4 2 തവണ കാണിക്കണം, തെറ്റിപ്പോരുത്. 2 തവണ കാണിക്കണം, ഓരോ ആൾക്കാരുടെയും പൊസിഷൻ കാണിക്കണം. ഇപ്പൊ ട്രൈ മീഡിയയിൽ പറയുമ്പോൾ 3 പൊസിഷൻ ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ക്ലിയർ? യെസ്. അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ നമ്മള് ഏകദേശം ആൽക്കീൻ ഡബിൾ ബോണ്ട് ഉള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയായി. ഇനി നമുക്ക് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കുറച്ച് കോമ്പൗണ്ടുകൾ കൂടി നോക്കാം. ട്രിപ്പിൾ ബോണ്ട് ഉള്ള കുറച്ച് കോമ്പൗണ്ട് കൂടി നോക്കാം. അതിലൊരു എക്സാമ്പിൾ ആണ് സി ട്രിപ്പിൾ ബോണ്ട് സി. ഓക്കെ, ഇങ്ങനെ വരുമ്പോ എന്തായിരിക്കും പേര് നോക്കാം. ട്രിപ്പിൾ ബോണ്ടിന്റെ ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. 4 ഉള്ളത് കൊണ്ട് ബ്യൂട്ട്. നേരത്തെ പറഞ്ഞ പോലെ വേറെ ബോണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 YNE, ബ്യൂട്ട് 2 YNE. ക്ലിയർ? ഞാൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സി 4C, ദെൻ ട്രിപ്പിൾ ബോണ്ട് സി, ദെൻ ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി. എങ്ങനെയായിരിക്കും ഇതിന്റെ പേര് നോക്കാം നമുക്ക്. അപ്പൊ മക്കളെ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു സാറ്. ഇവിടെ നമ്പർ ഇട്ട 1 2 3 4 വരാം. ഇവിടെ നമ്പർ ഇട്ട 1 2 വരാം. അപ്പൊ ഇവിടെ നമ്പർ 1 2 3 4 5 6 6 വന്നുകൊണ്ട് ഹെക്സ്. ഓക്കെ, ഇത് 2ാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2 ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YN. ഇത്ര മനസ്സിലായല്ലോ. ഇനി ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. 2 പേരുടെയും പേര് മീതയിലാണ്. ഒരു കാർബൺ ഉള്ളതുകൊണ്ടാണ് മീതയിൽ വരുന്നത്. അപ്പൊ 2 മീതയിൽ ഉള്ളതുകൊണ്ട് ഡൈ മീതൈൽ. ഓക്കെ, സാർ വേഗം പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഇവിടം വരെ എത്തിയ കുട്ടികൾ, പാർട്ട് 1 2 കണ്ട് ഇവിടം വരെ എത്തിയ കുട്ടികൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ അവർക്ക് ഇത് ഒറ്റ തവണ പറഞ്ഞാൽ മതി, ഡൈമീതൈൽ. ഓക്കെ, ഇതിന് അതിന്റെ പൊസിഷൻ പറയണം 4 5 4,5 ഹൈഫൻ ഇടാൻ വിട്ടു പോകരുത്, മാർക്ക് പോകും. 4,5 ഡൈമീതൈൽ ഹെക്സ് 2 YE. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്തത് നിങ്ങൾ പോകരുത്, ലാസ്റ്റ് സർപ്രൈസ് ഉണ്ട് കേട്ടാ. ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് എപ്പോഴും എന്താണ് നമുക്കൊരു സർപ്രൈസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് അത് എളുപ്പമായി ഞാൻ നിർത്തി പോവാ, ഇനി ഇത്രയും മതി കണ്ടത് അന്ന് വിചാരിക്കരുത്, മുഴുവൻ കാണണോട്ടാ. ഓക്കെ, യെസ്. എന്താണ് ഇതിന്റെ പേര്? സോ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു. ഇവിടെ നമ്പർ ഇടുമ്പോ 1 2 3 4 5. ഇവിടെ നമ്പർ ഇടുമ്പോ 3 വരാം. ഇവിടെ നമ്പർ ഇടുമ്പോ 2. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാണ് ഞാൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് ഈ ബ്രാഞ്ചിന്റെ പേര് മീതൈൽ. സോ 5 എന്നുള്ളത് കൊണ്ട് പെൻഡ്. ഓക്കെ, പെൻഡ് എഴുതി. ഇനി ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് YNE. കണ്ടോ, ഇത് എത്രാമത്തെ കാർബണിലാണ് വരുന്നത്? 2ാമത്തെ കാർബണിൽ. ക്ലിയർ ആണോ? പെൻഡ് 2 YNE. ബ്രാഞ്ചിന്റെ പേര് മീതൈൽ. ഓക്കെ, മീതൈൽ വരുന്ന എത്രാമത്തെ കാർബണിലാണ്? 4. 4 മീതൈൽ പെൻഡ് 2 YNE. ഓക്കെ, നെക്സ്റ്റ് C ഡബിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C. കണ്ടാ എന്താ പ്രത്യേകത? ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, 2 ബോണ്ട്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുക സാർ? 2 പേരും അറ്റത്താ കിടക്കണമെങ്കിൽ ഡബിൾ ബോണ്ടിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. 2 പേരും അറ്റത്താണ് കിടക്കുന്നത്. അതേസമയം 2ാമത്തെ ഡബിൾ ബോണ്ട് ഇവിടെയാണ് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഈ ബോണ്ടിനാണ് നമ്പർ ഇടുന്നത്, കാരണം അറ്റത്ത് കിടക്കുന്ന നമ്പർ ബോർഡിൽ എപ്പോഴും നമ്പർ 1. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ വന്നിട്ടു 1 2 3 4 5. അത്ര എനിക്ക് മനസ്സിലായി. 5 പേരുണ്ട്. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്തു, 5 പേരുണ്ട്. ശ്രദ്ധിച്ചോ? ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട്. ശ്രദ്ധിച്ചില്ലേ? അല്ലെ? ഓക്കെ,
ഇപ്പൊ ഡബിൾ ബോണ്ടിൽ നമ്പർ 1 ഇടണം, കാരണം രണ്ടും ഒരു അറ്റത്തായിരുന്നു. ഡബിൾ ബോണ്ട് സെന്ററിലായിരുന്നെങ്കിൽ ഇവിടെ നമ്പർ 1 ഇട്ട് പോകണം കേട്ടോ. അപ്പോ ഓക്കെ ശരി. ഇനി ചെയ്യേണ്ടത് അഞ്ചെണ്ണം ഉണ്ട്. അപ്പൊ പെന്റ്. ഓക്കെ, ഇനി ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം. 1 ENE. ക്ലിയർ? അതുപോലെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ പറയണം. 4ാമത്തെ കാർബൺ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. IUPAC നെയിമിങ്ങിൽ വൈനെ കാണുന്നത് വൗവലായിട്ടാണ്. അതായത് 2 വൗവൽ അടുപ്പിച്ച് വന്നാൽ കണ്ടോ, ഇവിടെ ഒരു വൗവൽ വന്നിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു വൗവൽ വന്നു കണ്ടോ. ഇങ്ങനെ 2 വൗവൽ അടുപ്പിച്ച് വന്നാൽ ഈ വൗവലിനാണ് കളയുന്നത്. ഡ്രോപ്പി, അതാണ് അതിന്റെ റൂൾ. സോ പെന്റ് 1 EN 4 YN ഇങ്ങനെയാവും. നിങ്ങൾക്കിത് പഠിക്കാനില്ല, പക്ഷേ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആൽക്കഹോൾ പഠിക്കുമ്പോൾ ഇത് പഠിക്കും. സപ്പോസ് ആൽക്കഹോൾ പഠിക്കുമ്പോൾ ഓയിൽ എന്ന് പറഞ്ഞൊരു സഫിക്സ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ നമ്മൾ ANE ഓയിൽ എന്ന് പറയില്ല, ഈ കളഞ്ഞിട്ട് AN ഓയിൽ എന്ന് പറയും. കണ്ടാ, ഈ കളയും. കാരണം എന്താ, ഇതൊരു വൗവലാണ്. ANE എഴുതുമ്പോൾ വരുന്നതും ഒരു വൗവൽ. 2 വൗവൽ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കളയണം എന്നൊരു റൂൾ ഉണ്ട്. സോ ആ റൂൾ അനുസരിച്ച് ഇതാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇനി ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണ്. ഈ ഡബിൾ ബോണ്ടിന് പകരം അത് ട്രിപ്പിൾ ബോണ്ടിന് പകരം ഡബിൾ ബോണ്ട് ആക്കി. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പേര്? സോറി, ഇതിന് നേരത്തെ നമ്മൾ ബ്രാഞ്ചിന്റെ പേര് എഴുതിയിട്ടില്ലേ? ഓക്കെ, പെന്റ് 1 EN ഓക്കെ 4 YNE. ബ്രാഞ്ചിന്റെ പേര് എഴുതിയില്ല, 3, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയി പോകും. 3 മീഡിയൽ. ഓക്കെ, ഇതാണ് നേരത്തെ എഴുതിയതിന്റെ പേര് കേട്ടോ. 3 മീഡിയൽ പെന്റ് 1 EN 4 YN. ഇനി ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് ആക്കി. ഇങ്ങനെയാണെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ പേര് എന്തായിരിക്കും? 2 തവണ ഡബിൾ ബോണ്ട് വരുമ്പോൾ നേരത്തെ പോലെ DIENE ചേർക്കാം. DIENE. ഓക്കെ, അത് 5 കൊണ്ട് പെന്റ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ പൊസിഷൻ പറയണം. പൊസിഷൻ പറയുമ്പോൾ 1ലും വരുന്നുണ്ട്, 4ലും വരുന്നുണ്ട്. അപ്പൊ 1,4 കണ്ടോ, 1,4 DIE. എത്രയിലാണ് ബ്രാഞ്ച് വരുന്നത്? 3ാമത്തേലാണ്, 3 മീറ്റർ. ഓക്കെ, അപ്പൊ സാർ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞത്? നമുക്ക് പരീക്ഷയ്ക്ക് ഇല്ല എങ്കിൽ പോലും ഇത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുമ്മാ കാണാപ്പാടം പഠിക്കാണ്ട് നമുക്കൊരു ഐഡിയ വരണം എന്താ നമ്മൾ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ ഇതാണ് ലാസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് പഠിക്കുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ്, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ COL ഇങ്ങനെ വന്നു, സോറി OH ഇങ്ങനെ വന്നു. ഈ OH എന്ന് പറയുന്നത് ആൽക്കഹോൾ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ്. എഥനോൾ, നമുക്ക് കുടിക്കുന്ന സാധനം, ഇത് എഥനോളാണ്. അപ്പോ ഇതിന്റെ പേര് എഴുതുന്ന സമയത്ത് ഇതിന് നമ്പർ ഒക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ 2 കാർബൺ ഉള്ളതുകൊണ്ട് എർത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. OH വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ട ഒരു സഫിക്സ് ആണ് OL. 2 വൗവൽസ്, നേരത്തെ പറഞ്ഞ 2 വൗവൽസ് വന്നുകൊണ്ട് ഇത് ഡ്രോപ്പ് ചെയ്യണം. അപ്പോ ഇതിന്റെ പേര് എന്താണ്? EANO, എഥനോൾ. അങ്ങനെയാണ് നമ്മൾ എഥനോൾ എന്ന് എഴുതുന്നത്. മനസ്സിലായോ? അപ്പോ അത്തരം റൂൾസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. സോ ആ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോ കഴിഞ്ഞ പാർട്ട് 1 നമുക്ക് ഏകദേശം 200 വ്യൂസ് കിട്ടി. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് സപ്പോർട്ടും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ തന്നെ ഞാൻ സെക്കൻഡ് പാർട്ട് ചെയ്തു. സെക്കൻഡ് പാർട്ടും അതിന്റെ ഷോർട്സ് ഒക്കെ നല്ല വ്യൂസ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ തേർഡ് പാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം ചുമ്മാ അങ്ങോട്ട് പോവാതെ ഒരു ലൈക്ക് അടിക്കുക, ഒരു കമന്റ്, എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കാണാൻ പറയുക. അപ്പൊ ഒരു 100 വ്യൂസ് പെട്ടെന്നാവുമ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ കഴിയത്തില്ല. ഇത് ഫ്രീ ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഈ കൊല്ലം നമുക്ക് എല്ലാ കെമിസ്ട്രി വീഡിയോസും ഫിസിക്സും മാത്സും ഒക്കെ സാറ് നിങ്ങൾക്ക് എടുത്തു തന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.